കാത്തിരിപ്പ്. അതെ, കാത്തിരിപ്പ് എന്നും നമ്മുടെ വൈകാരിക തലങ്ങളെ തരളിതമാക്കുന്ന ഒന്നു തന്നെയാണ്. ഇന്ന് നമുക്ക് മധ്യ തിരുവിതാംകൂറിലെ ശൂന്യമായി കൊണ്ടിരിക്കുന്ന ക്രിസ്തീയ കുടുംബങ്ങളെ ഓർമ്മിപ്പിക്കുന്ന പ്രിയപ്പെട്ട ഇസഹാക്കു ചേട്ടന്റെയും റബേക്ക അമ്മച്ചിയുടെയും കുടുംബത്തിലേക്കുള്ള ഒരു എത്തിനോട്ടം. പ്രായം ഏറെക്കുറെ 80കളിലാണെങ്കിലും അവർ ഇന്നും നല്ല പ്രസരിപ്പോടെ തന്നെയാണ്. എന്തൊരു ചൂട്! അതെ എടോ, താൻ ഇതെന്തൊരു ഇരിപ്പാണെടോ. എന്താ പകൽക്കിനാവിലാണോ? കിനാവ് മദ്യവേനൽ അവധി ആയില്ലേ, ഞാൻ ചുമ്മാ ഓരോന്ന് ആലോചിച്ചു പോയതാ. ഇതിപ്പം ഇത്ര ഓർക്കാനെന്താ? എത്രയെത്രയോ വേനലവധികളാണോ കഴിഞ്ഞുപോയത്. ശരിയാ, നിങ്ങൾ ഓർക്കുന്നുണ്ടോ? അവധിക്കാലത്ത് എന്തൊരു ബഹളമായിരുന്നു ഈ പൂമുഖത്തും തൊടിയിലും. ഇനിയും എന്നാണ് എനിക്ക് എന്റെ മക്കളെ ഒന്ന് കാണാൻ പറ്റുക? അതൊന്നും താൻ ഓർമ്മിപ്പിക്കാതെടോ. എത്രയെത്രയോ വർഷങ്ങൾ കഴിഞ്ഞിടോ എന്റെ ഏശാവിനെയും യാക്കൂബിനെയും കണ്ടിട്ട്. നിധി പോലെ കനിഞ്ഞു കിട്ടിയ 2 ആൺമക്കളാ. ഒരുത്തന് അങ്ങ് ആസ്ട്രേലിയയിൽ പോയി പഠിക്കണം, മറ്റവനോ അങ്ങ് കാനഡയിലും. നിങ്ങൾക്കും അതിൽ നല്ല പങ്കുണ്ട്. എന്നിട്ടിപ്പോ എടീ കൊച്ചേ, നാടോടുമ്പം നടുവേ ഓടണ്ടോ. അവര് പോയി സന്തോഷിച്ച് ജീവിക്കട്ടോ. ശരിയാ. പിന്നെന്തിനാ മനുഷ്യ നിങ്ങൾ മക്കളെ ഓർത്ത് ഇങ്ങനെ തേങ്ങുന്നത്? സ്കൂൾ അടച്ചാൽ ഈ വീടും തൊടിയുമെല്ലാം കുഞ്ഞുങ്ങളുടെ മേളത്താൽ നിറഞ്ഞു തുളുമ്പും. അതൊരു കാലമായിരുന്നല്ലേടി കൊച്ചേ. എല്ലാം ഇന്നലെ എന്നപോലെ കൺമുമ്പിൽ. നമ്മുടെയൊക്കെ ബാല്യം, ചെറുപ്പകാലം, അതെന്നും സുഖമുള്ള ഒരു അനുഭൂതിയാണ്. സ്കൂളുകൾ അടയ്ക്കുമ്പോൾ കുട്ടികൾ ഒന്നിച്ചുകൂടി അവധിക്കാലം ആഘോഷിക്കുന്നത് ഓർമ്മകളിലെന്നും മായാതെ. എല്ലാവരും കാലെ നിർണയിച്ചതുപോലെ ഒന്നിച്ചു ചേർന്ന് സൈക്കിൾ ടയർ ഓടിച്ച് തളരുന്നതും, കണ്ണ് കെട്ടിക്കളിച്ച് കൂട്ടത്തിലുള്ളവരെ ചെളിക്കുണ്ടിലും ചാണകത്തിലും ചവിട്ടിക്കുന്നതും, വട്ടം കൂടി പൂമുഖത്തും തൊടിയിലും കൈകൊട്ടിക്കളിച്ച് തിമിർക്കുന്നതും, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടിവിയിൽ ശക്തിമാൻ കണ്ട് വട്ടം കറങ്ങുന്നതും, കുളക്കരയിൽ ചാരിയിരുന്ന് ചൂണ്ടയിടുന്നതും, വേനൽക്കാറ്റിൽ കുഴിഞ്ഞു വീഴുന്ന മാമ്പഴത്തിനായി വാശിയോടെ ഓടുന്നതും, എല്ലാം എന്നെന്നും തേനൂറും ഓർമ്മകൾ. ഇന്നവയെല്ലാം ഈ ഭൂമുഖത്തു നിന്നും എങ്ങോ പോയി മറഞ്ഞു. കാലം നോക്കുകുത്തികളാക്കി കുറെ പ്രായമായവരെ ഓരോ ഭവനത്തിലും ബാക്കിയാക്കി. എന്താടോ താൻ ഓർമ്മയിലാണ്ടുപോയോ? എനിക്കെന്റെ മക്കളെ ഒന്ന് കാണാൻ കൊതിയാവുന്നു. ഈ മക്കളെ കാണാൻ എനിക്കുമുണ്ടോ ഹൃദയമിടിപ്പ്. എല്ലാം ശരിയാകുമടോ. അല്ല, ഇത്ര കണ്ട് ചിരിക്കാൻ ഇവിടിപ്പോൾ എന്താണ് ഉണ്ടായിരിക്കുന്നേ? അല്ല, താൻ ഓർക്കുന്നുണ്ടോ തന്നെ ആദ്യമായി ഞാൻ പൂരം കാണാൻ കൊണ്ടുപോയത്? അന്ന് താൻ എത്രയോ സുന്ദരിയായിരുന്നടോ. ഞാനും പോരാ തൃശ്ശിവ പേരു പൂരം കാണാ. കാന്തേ
പൂരങ്ങളുടെ പൂരമുള്ളൊരു നാട് നമ്മുടെ നാട്. ഓണത്തിന് പുലിയിറങ്ങണൊരൂര് നമ്മുടെ ഊര്. ഇപ്പറഞ്ഞ നാടിന് കരയേഴുമൊട്ടുക്ക് പേര്. കാണണമെങ്കി കാണണം കടി ശിവപേരൂര്. നാടിനൊത്ത നടുവില് പച്ചക്കൊട പിടിക്കണ കാട്. വട്ടത്തില് കൂടുവാൻ അവിടെടവുമുണ്ടൊരുപാട്. തേക്കിൻകാട് തേക്കിൻകാടെന്ന് പറഞ്ഞു പോരണ പേര്. കൂടണമെങ്കിൽ കൂടണം കടി ശിവപേരൂര്. അങ്ങനെ പൂരം കഴിഞ്ഞ് പാതിരാവിൽ കോരിച്ചൊരിഞ്ഞ പേമാരിയിൽ നനഞ്ഞു കുതിർന്ന് വീട്ടിൽ തിരിച്ചെത്തിയത് താൻ ഓർക്കുന്നുണ്ടോടോ? അതൊക്കെ ഞാൻ എങ്ങനെ മറക്കാനാ? പോകണ്ടേടോ, നമുക്കിനിയും ഒരിക്കൽ കൂടി. എവിടേക്ക് പോകാനാ? പൂരം കാണാൻ, അല്ലാണ്ട് എന്തിന്? എനിക്കിനി എങ്ങോട്ടും പോകണ്ടായേ. എനിക്കെന്റെ മക്കളെ ഒന്ന് കണ്ടാൽ മാത്രം മതി. താൻ ഇവിടെ ഇരിക്കടോ, ഇവിടെ ഇരിക്കടോ. മക്കളെ മക്കളെ, എന്റെ പൊന്നു മക്കളെ. കാലം എത്രയായി മക്കളെ? എന്നാ പിന്നെ ഇതങ്ങോട്ട് ആഘോഷിക്കുകയല്ലേടോ? അത് പിന്നെ അങ്ങനല്ലയോ? വിളിച്ചു കൂട്ടടാ നാട്ടുകാരെയല്ല. യേശാവേ, എടാ യാക്കൂബേ, ഇങ്ങടുത്തുവാടാ മക്കളെ. പിടിക്കടാ എന്നെ, തുടങ്ങട്ടടാ മക്കളെ ആഘോഷം. तकिट तक धीमी 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 तो सुड़ी सानम तकिट तक धीमी तकिट तक धीमी तकिट तक धीमी तो सुड़ी सानम तकिट तक धीमी तकिट तक धीमी तकिट तक धीमी तकिट तक धीमी तकिट तक धीमी